ഓ, എന്റെ ചേട്ടത്തി, അവരെ ഒരാളെ ഞാൻ ഇന്നേ വരെ കണ്ടിട്ടില്ല. ഇത്രയും ഇത്രയും സ്നേഹവും സൗന്ദര്യമുള്ള ആളെ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നതും പരിചയപ്പെടുന്നതും തന്നെ. മോനെ, പോയിട്ട് വിളിക്കാൻ മറക്കരുത്. അമ്മ നിറകണ്ണുകളോടെയായിരുന്നു അത് പറഞ്ഞത്. അച്ഛന്റെ കാര്യവും മനസ്സിലായിരുന്നു. മോനെ സൂക്ഷിക്കണം കേട്ടോ. പുതിയ രാജ്യം, പരിചയമില്ലാത്ത ആൾക്കാർ, അറിയാത്ത ഭാഷ. അവിടുത്തെ വെള്ളത്തിന് ജാസ്മിനെ വിളിക്കണം. ശരി അച്ഛാ. അവൻ എന്റെ മോനെ ഒന്ന് വിളിക്കാൻ വന്നൂടെ എയർപോർട്ടിലേക്ക്? അവൻ ഉണ്ടാവില്ല. അവൻ സ്പോൺസറുടെ കൂടെ എവിടെ പോകണമെന്നാ വിളിച്ചു പറഞ്ഞത്. ഒരു സുഹൃത്തിനെ ഏർപ്പാടാക്കിയിട്ടുണ്ട്. ഉം. ഏട്ടൻ തിരിച്ചു വരുമ്പോൾ എനിക്ക് കുറേ ഡ്രസ്സും ചോക്ലേറ്റും മിഠായും ഒക്കെ കൊണ്ട് തന്നെ. അമ്മയുടെ തോളിൽ കൈ വിട്ട് ഒരു ഇളച്ചിരി പാസ്സാക്കിയായിരുന്നു എന്റെ അനിയത്തി മാള് പറഞ്ഞത്. എടി, അവൻ ആദ്യം ഒന്ന് അവിടെ എത്തട്ടെ. എന്നിട്ട് പോരെ ഇതൊക്കെ. അവൾ പിന്നെ ഒന്നും പറയാൻ നിന്നില്ല. മോനെ, എന്താച്ചാ? കഴിഞ്ഞ കാര്യങ്ങൾ കഴിഞ്ഞ കാര്യങ്ങൾ മനസ്സിലൊന്നും വെക്കരുത്. എല്ലാം അവസാനിച്ചു. ഇനി നീ നിന്റെ പുതിയ ലൈഫിലേക്കുള്ള യാത്രയാണ്. അവിടെ ചെന്നാൽ ജോലിയിൽ നന്നായി ശ്രദ്ധിക്കണം. ആരെ കൊണ്ടൊന്നും പറയിപ്പിക്കരുത്. അത് കേട്ടപ്പോൾ എന്തോ എന്റെ മനസ്സ് വല്ലാതെ വേദനിച്ചു. മോനെ, നീ വിഷമിക്കരുത്. എല്ലാത്തിനും ഞങ്ങളുണ്ട് മോന്റെ കൂടെ. എപ്പോഴും അമ്മയുടെ പ്രാർത്ഥന കൂടെ ഉണ്ടാവും എന്റെ മോനെ. നല്ലതേ വരൂ. എല്ലാവരോടും യാത്ര പറഞ്ഞ് അയൽവാസിയായ ഫിറോസിക്കാടെ ഇനോവ കാറിൽ എയർപോർട്ട് ലക്ഷ്യമാക്കി ഏച്ചിയുടെ തണുപ്പിൽ ഞാൻ സീറ്റിൽ ചാരി കിടന്ന് അല്പം മയങ്ങാൻ ശ്രമിച്ചു. കേട്ടുകേൾവിയും പലപ്പോഴും കുടുംബക്കാരും പറഞ്ഞ, പിന്നെ സിനിമയിൽ കാണിച്ചു തന്ന ഗൾഫ് എന്ന അറേബ്യൻ മണലാരണ്യത്തിലേക്കുള്ള എന്റെ പുതിയ കാൽവെപ്പ്. ഇനി മുന്നോട്ടുള്ള ജീവിതം എങ്ങനെയായി തീരുമോ എന്തോ. അങ്ങനെ ഓരോന്ന് ആലോചിച്ച് ഞാൻ പതിയെ മയക്കത്തിലേക്ക് തെന്നി മാറി. ഞാൻ ഞാൻ ദീപക് സഞ്ജീവ്. 21 വയസ്സ് കഴിഞ്ഞു എനിക്ക്. എനിക്ക് ആകെയുള്ളത് അച്ഛൻ, അമ്മ, പിന്നെ എന്റെ അനിയത്തിയും, പിന്നെ കുറച്ച് നല്ല കൂട്ടുകാരും. എല്ലാവരും ഉള്ളത് പോലെ കുറച്ച് നായ ബന്ധുക്കളും. ഡിഗ്രി പഠനം പൂർത്തിയാക്കി അത്യാവശ്യം മാർക്കോടെ പാസ്സൊക്കെ ആയി. ഇനി എന്ത് ചെയ്യണമെന്നറിയാതെ കൂട്ടുകാരും മൊത്തം തെറ്റിദ്ധരിഞ്ഞ് അത്യാവശ്യം കുടിയും വലിയും വയനാട്ടവും എല്ലാമായി നല്ല അടിപൊളിയായി നടക്കുമായിരുന്നു. അത്യാവശ്യം സ്വത്തുണ്ട് കുടുംബത്തിൽ. അച്ഛൻ ഉണ്ടാക്കിയതല്ല. അച്ഛൻ ആദ്യം ഗൾഫിലായിരുന്നു. അത് കഴിഞ്ഞപ്പോൾ 5 വർഷമായി നാട്ടിൽ സെറ്റിൽഡ് ആണ്. ഇപ്പോൾ ഞങ്ങളുടെ നാട്ടിൽ തന്നെ അച്ഛൻ സ്വന്തമായി ഒരു സൂപ്പർ മാർക്കറ്റ് ഉണ്ട്. അത് നിൽക്കുന്ന ബിൽഡിങ്ങും ഞങ്ങളുടെ തന്നെയാ. മുകളിലൊക്കെ മുറികൾ അച്ഛൻ വാടകയ്ക്ക് കൊടുത്തിരിക്കുക. അതുകൊണ്ട് എനിക്ക് കാശിന് ഒരു ബുദ്ധിമുട്ടേണ്ടി വന്നിട്ടില്ല. അത്യാവശ്യം സാമ്പത്തികമുള്ള കുടുംബമായിരുന്നു ഞങ്ങളുടേത്. എന്നോട് അച്ഛൻ ഷോപ്പിലെ കാര്യങ്ങളൊക്കെ നോക്കാൻ എപ്പോഴും പറയും. പക്ഷെ എനിക്കെന്തോ ഡെയിലി ഷോപ്പിൽ പോയി ഇരിക്കാനൊക്കെ വലിയ മടിയായിരുന്നു. അപ്പോൾ ഞാൻ ഇടയ്ക്ക് സൂപ്പർ മാർക്കറ്റിൽ നിൽക്കാറുണ്ട്. എന്നെ അവിടെ എല്ലാവർക്കും നല്ല കാര്യമാണ്. മുതലാളിയുടെ മകൻ എന്നതിനേക്കാൾ ഞാൻ എല്ലാവരോടും നല്ല കമ്പനിയായിരുന്നു. മൊത്തം 16 പണിക്കാരുണ്ട് ഷോപ്പിൽ. കൂടുതലും സ്ത്രീകളായിരുന്നു. 11 സ്ത്രീകളും 5 ആണുങ്ങളും അടങ്ങുന്ന അത്യാവശ്യം വലിയ സൂപ്പർ മാർക്കറ്റ് ആയിരുന്നു അത്. അച്ഛൻ എപ്പോഴും പോകാറില്ല ഷോപ്പിൽ. അച്ഛൻ്റെ അനിയൻ, അതായത് എന്റെ ചെറിയച്ഛൻ, ആണ് ഷോപ്പിന്റെ കാര്യങ്ങളൊക്കെ നോക്കുന്നത്. കണക്കൊക്കെ കൃത്യമായി അച്ഛനെ ഏൽപ്പിക്കും. എൻ്റെ ഒരു ഏറ്റവും കൂടിയാണ് എന്റെ ചെറിയച്ഛൻ. ആളൊരു പാവ, ശുദ്ധൻ. അതുകൊണ്ടാണ് അച്ഛൻ ചെറിയച്ഛനെ ധൈര്യമായി ഷോപ്പ് ഏൽപ്പിച്ചത്. വീട്ടിലുള്ള സമയം മിക്കപ്പോഴും മിന്നുമൊത്ത് അടിപൊളിയാണ് പതിവ്. ഓരോന്ന് പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും തല്ലുകൂടും. എന്ന് ഞങ്ങൾക്ക് അമ്മയുടെ അടുത്ത് നടിയും വഴക്കും അതൊരു പതിവായി. എന്തോ അമ്മ ചീത്ത പറഞ്ഞാലേ ഞങ്ങളുടെ വഴക്കും തല്ലി നിർത്താറുള്ളൂ. എന്തൊക്കെയാണെങ്കിലും എനിക്ക് ഒരുപാട് ഇഷ്ടമാട്ടോ. അമ്മ ഇപ്പോഴും അവളെ കൂടുതൽ ചീത്ത പറയാറ്. എന്തോ അവളെ ചീത്ത പറയുന്നത് കേൾക്കുമ്പോൾ എന്റെ സാറേ എപ്പോഴും കൊള്ളില്ല. കാര്യം അവൾ ഡിഗ്രി 2 വർഷമാണെങ്കിലും പിള്ളേരുടെ മനസ്സാ. മാത്രമല്ല പെട്ടെന്ന് ദേഷ്യപ്പെടുന്ന കൂട്ടത്തിൽ. അമ്മയും അച്ഛനും നല്ല ഫ്രണ്ട്ലി ആയിട്ടാണ് വീട്ടിൽ ഞങ്ങളോട് സംസാരിക്കാറുള്ളത്. എല്ലാത്തിനും നല്ല ഫ്രീഡം. എനിക്ക് പുറത്ത് പോകുന്നതിനോ ട്രിപ്പ് പോകുന്നതിനോ അമ്മയും അച്ഛനും എന്നെ ഇതുവരെ മുടക്കിയിട്ടില്ല. എന്ന് വെച്ച് അരുമ്പ് കുരുത്തക്കേട് കാണിക്കാൻ പാടില്ലെന്ന് പറഞ്ഞ് വാണി തന്നിട്ടേ ഞങ്ങളെ പുറത്ത് പറഞ്ഞേക്കും. ഞങ്ങളുടെ സന്തോഷമാണ് അവർക്ക് വലുതെന്ന് അമ്മയും അച്ഛനും എപ്പോഴും പറയും. അങ്ങനെ നല്ല സന്തോഷവും സമാധാനവും ഒക്കെ നല്ല രീതിയിൽ ലൈഫൊക്കെ ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഒരു ദിവസം ഞാൻ ഭക്ഷണമൊക്കെ കഴിച്ച് ലിവിംഗ് റൂമിൽ ഇരുന്ന് മൊബൈൽ കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ അച്ഛൻ ആരോട് വളരെ സന്തോഷത്തിൽ ഫോണിൽ സംസാരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഞാനത് അത്ര കാര്യമാക്കിയില്ല. കുറച്ച് കഴിഞ്ഞ് ഞാൻ എൻ്റെ റൂമിലേക്ക് തിരികെ പോയി. മൊബൈൽ ചാർജിന് വെച്ചിട്ട് ബാത്റൂമിലൊക്കെ ഒന്ന് പോയി തിരിച്ച് കട്ടിലേക്ക് കിടന്നു. ഇന്നും കിടക്കാൻ ഒരുപാട് ലേറ്റ് ആവാറുണ്ട്. വേറെ പ്രത്യേകിച്ച് പണിയൊന്നുമില്ലാത്തതുകൊണ്ട് ലേറ്റ് ആയാണ് എഴുന്നേൽക്കാറ്. വീണ്ടും ഞാൻ ഫോണെടുത്ത് ചുമ്മാ ഇങ്ങനെ ഇൻസ്റ്റയും വാട്സപ്പും ഫേസ്ബുക്കും ഒക്കെ നോക്കിക്കൊണ്ടിരിക്കുവായിരുന്നു. അല്പം കഴിഞ്ഞ് എനിക്കൊരു വോയിസ് മെസ്സേജ് വന്നു. വാട്സപ്പിൽ നിന്ന്. അയച്ചത് ഷോപ്പിൽ വർക്ക് ചെയ്യുന്ന ആന്റണി ചേട്ടനായിരുന്നു. മോനെ ദീപു, ഞാനൊരു കാര്യം പറയാൻ വേണ്ടി മെസ്സേജ് അയക്കുക. മോനെ, എനിക്ക് കുറച്ച് കാശിന് അത്യാവശ്യം ഉണ്ടായിരുന്നു. ഞാൻ മോൻ്റെ ചെറിയച്ഛനോട് ചോദിച്ചായിരുന്നു. ഇപ്പോൾ ഉണ്ടാവില്ലെന്നാ ചെറിയച്ഛൻ പറഞ്ഞത്. അച്ഛനോട് ചോദിക്കേണ്ട ഒരു മടി. മോനെ ബുദ്ധിമുട്ടാവില്ലെങ്കിൽ എനിക്ക് 50,000 രൂപ തരാൻ കഴിയുമോ? 15 ദിവസത്തിനുള്ളിൽ മോനെ ഞാൻ തിരിച്ചു തന്നോളാം. ഞാൻ തിരിച്ചു ചേട്ടന് റിപ്ലൈ കൊടുത്തു. അയ്യോ ചേട്ടാ, ഇത്രയും കാശൊന്നും എൻ്റെ കയ്യിലില്ല. മാത്രമല്ല എനിക്ക് ഇത്രയും കാശൊന്നും ഒരു കാരണവുമില്ലാതെ അച്ഛൻ തരാറില്ല. ഞാൻ വേണേൽ അച്ഛനോട് ചോദിച്ചിട്ട് ചേട്ടനാണെന്ന് പറഞ്ഞ് മേടിച്ചു തരാം ചേട്ടാ. അത് വേണ്ട മോനെ, ഞാൻ അച്ഛൻ്റെ കയ്യിൽ നിന്ന് കഴിഞ്ഞ മാസം 10,000 വാങ്ങിയിരുന്നു. അത് ഈ മാസം ശമ്പളം കിട്ടിയാലേ കൊടുക്കാൻ പറ്റൂ. അതിനിടയിൽ 50 കൂടി അച്ഛൻ തരാൻ വഴിയില്ല മോനെ. സാരില്ല, ഞാൻ വേറെ എന്തെങ്കിലും വഴിയുണ്ടോ എന്ന് നോക്കട്ടെ. അപ്പോൾ ശരി മോനെ. ചേട്ടൻ എന്ത് റിപ്ലൈ കൊടുക്കണമെന്ന് അറിയാൻ ഞാൻ ഒരു നിമിഷം ആലോചിച്ചു. എന്തിനായിരിക്കും ഇത്രയും പണം? ഇതിനു മുമ്പ് ചേട്ടൻ ക്യാഷ് വന്നിട്ടുണ്ടല്ലോ. ഷോപ്പിലെ ക്രെഡിറ്റ് ബുക്ക് ഞാൻ ഇടയ്ക്ക് ചുമ്മാ നോക്കാറുണ്ട്. അതിൽ അനിൽ ചേട്ടൻ 10,000, 2,000, 1000 എന്തൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. ചേട്ടൻ മാത്രമല്ല മിക്ക സ്റ്റാഫും ക്രെഡിറ്റ് എടുക്കാറുണ്ട്. പക്ഷെ അവരൊക്കെ 3,000 കുറിച്ച് എടുക്കാറുള്ളൂ പലപ്പോഴായും. എന്തായാലും സുരേഷിനെ വിളിച്ച് അന്വേഷിക്കാം എന്ന് വിചാരിച്ച് ഞാൻ നേരെ കോൾ ചെയ്തു. സമയം രാത്രി 11 മണി ആവുന്നേ ഉള്ളൂ. ഷോപ്പ് അടിച്ചാലും സുരേഷിന് ഇറങ്ങാൻ ലേറ്റ് ആവുമെന്നുള്ളത് എനിക്കറിയാവുന്നതാണ്. ഷോപ്പിലെ കണക്കൊക്കെ നോക്കി ക്ലോസ് ചെയ്ത് അവസാനം പുള്ളി ഇറങ്ങും. അതെനിക്കറിയാവുന്നത് കൊണ്ട് തന്നെയാണ് ഞാൻ സുരേഷിന് കോൾ ചെയ്തത്. ഷോപ്പിലെ കണക്കുകളൊക്കെ പരിശോധിച്ച് ഓർഡർ ബുക്ക് നോക്കിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഫോൺ റിങ് ചെയ്തത്. വീട്ടിൽ നിന്ന് ഭാര്യ വിളിക്കുമായിരിക്കുമെന്ന് വിചാരിച്ച് ഇവൾക്ക് ഇപ്പോഴേ തുടങ്ങിയോ? വീട്ടിൽ ചെന്ന് ഫ്രഷായി ഫുഡൊക്കെ കഴിച്ച് തുടങ്ങാൻ കണ്ടാൽ തുടങ്ങും അവളുടെ. ആ, അതെങ്ങനെ? ഡെയിലി എന്നെ കൊണ്ട് അവള് പണിക്കില്ലേ, പിന്നെ എന്ത് ചെയ്യാനാ? അങ്ങനെ ആലോചിച്ച് ചെറിയ ഫോൺ നോക്കിയപ്പോൾ ദീപുവോ വിളിക്കുന്നു. അതും ഈ സമയത്ത് പെട്ടെന്ന് പതിവില്ലാതെ ദീപുവിന്റെ കോൾ വന്നപ്പോ എന്തോ പെട്ടെന്ന് ടെൻഷൻ ആയിപ്പോയി. ചെറിയച്ചൻ വെപ്രാളപ്പെട്ട് ഫോൺ അറ്റൻഡ് ചെയ്തു. ഹലോ, എന്താ ദീപു മോനെ ഈ നേരത്ത് എന്താ വിളിച്ചേ? ചെറിയച്ചൻ അത് പറയുമ്പോൾ ചെറിയച്ചൻ ഭയം തന്ന സ്വരം ദീപുവിനെ അറിയാൻ പറ്റും. ഒന്നൊരു ചെറിയ ഞാൻ ചുമ്മാ വിളിച്ചു നോക്കിയത്. അപ്പോഴാണ് ചെറിയച്ചന്റെ ശ്വാസം ഒന്ന് നേരെ വീണത്.
ആണോ? ഞാൻ പെട്ടെന്ന് പറഞ്ഞ ഫോൺ എടുത്ത് പേടിച്ചു പോയി. ഏയ് അങ്ങനെയൊന്നുമില്ല. ഞാനൊരു കാര്യം ചോദിക്കാൻ വേണ്ടി വിളിച്ചായിരുന്നു. എന്താ മോനെ പറയും? അത് ചോദിച്ചാ എനിക്ക് കുറച്ച് മുന്നേ ആന്റണി ചേട്ടൻ മെസ്സേജ് അയച്ചിരുന്നു. പുള്ളിക്ക് കുറച്ച് കാശ് കടമായി കൊടുക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചിട്ട്. ഏത് നമ്മൾ ഷോപ്പിലെ ആന്റണിയോ? അതെ. ആ അവൻ എന്നോട് കുറച്ച് പണം ആവശ്യമായിട്ടായിരുന്നു. ഞാൻ ക്രെഡിറ്റ് റെക്കോർഡ് എടുത്തപ്പോൾ അവൻ കുറച്ച് കാശ് മുന്നേ നിന്റെ അച്ഛൻ്റെ കയ്യിൽ നിന്ന് മേടിച്ചിട്ടുണ്ട്. അത് ഇവിടുത്തെ ക്രെഡിറ്റ് റെക്കോർഡ് മെൻഷൻ ചെയ്തിട്ടുണ്ട്. ആ കടന്ന് അതിലേക്ക് ഇനിയും അധികം പണം എങ്ങനെ നൽകാനാണ് അവനെ? അതുകൊണ്ട് ഞാൻ അവളോട് കാശ് ഉണ്ടാവില്ല എന്ന് പറഞ്ഞത്. അല്ല അവൻ എന്തിനാ അവനോട് പണം ചോദിച്ചു? എനിക്ക് അറിയില്ല ചോദിച്ചാ. ശരി അവനോട് പണം ചോദിക്കേണ്ട കാര്യം അവനില്ലല്ലോ. ഞാൻ എന്തായാലും നാളെ അവനോട് തന്നെ ചോദിച്ചോളാം. വേറെ ഒന്നും ഇല്ലല്ലോ മോനെ? ഇല്ല ചേച്ചി. പിന്നെ ആന്റണി ചേട്ടൻ നാളെ വരട്ടെന്ന് പറയണ്ട. കാശിന്റെ സഹായിച്ചിട്ട്. നാളെ ഞാൻ ആദ്യം അവനെ കാണട്ടെ. ഓക്കെ മോനെ. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ് ചോദിച്ചാ. ഫോൺ കട്ട് ചെയ്തു. അവനെ ഓർഡർ ബുക്ക് എല്ലാം നോക്കി. നാളെ ഓർഡർ കൊടുക്കുന്ന ലിസ്റ്റ് എല്ലാം കമ്പ്യൂട്ടറിൽ സേവ് ചെയ്ത് ഷോപ്പ് അടയ്ക്കാനുള്ള പരിപാടിയിലേക്ക് നീങ്ങി. നാളെ അതിനോട് ദീപുവിനെ വിളിച്ച് കാശ് ചോദിച്ചാൽ ചോദിച്ചു നോക്കണം. പെട്ടെന്ന് ഷട്ടറൊക്കെ ലോക്ക് ഇട്ട് എല്ലാം ചെയ്ത് കാപ്പറക്കിലേക്ക് പോകുമ്പോൾ മനസ്സിൽ മുഴുവൻ എന്റെ പൊന്നൊരു സീത വിളിച്ചതിനെ കുറിച്ചായിരുന്നു മനോജിന്റെ മനസ്സിൽ. മനോജിന്റെ ഭാര്യ സീതയ്ക്ക് ഇപ്പോൾ 37 വയസ്സായിരിക്കുന്നു. ഇപ്പോഴും നല്ല ചുറുചുറുക്കും ആവശ്യമാണ് അവൾക്ക്. ഞാൻ കിട്ടുന്ന സമയത്ത് മെലിഞ്ഞ് കൊലുന്ത് പോലെയുള്ള ഇന്നവളായിരുന്നു. ഇപ്പൊ കണ്ടാൽ അപ്പുറത്തെ വീട്ടിലെ സിന്ധി പക്ഷെ മാറി നിൽക്കും. ഇന്നലെ ഷോപ്പ് അടച്ച് വീട്ടിലെത്തുമ്പോൾ സീത കുളിച്ച് സുന്ദരിയായി മഞ്ഞക്കളർ സ്ലീവ്ലെസ് ടോപ്പും ബ്ലാക്ക് കളർ ലെഗിൻസും ഇട്ട് ഹാളിൽ ഇരുന്ന് ഏട്ടത്തിയുമായി ഫോണിൽ സംസാരിക്കുകയായിരുന്നു. ഞാൻ അടുത്ത നേരം സംശയം നിൽക്കൊരു ചിരിയും പാസ്സാക്കി നേരെ ബെഡ്റൂമിലേക്ക് പോയി. അപ്പോൾ റൂമിൽ നമ്മൾ ഗെയിം കളിച്ചുകൊണ്ടിരിക്കുന്നു. അഞ്ചു ഞാൻ ഒരുപാട് വട്ടം പറഞ്ഞിട്ടുണ്ട് എപ്പോഴും നിങ്ങൾ ഗെയിം സമയം കളയുന്നു. ഒന്നും പഠിക്കാനില്ല നിങ്ങൾക്ക്? ഞാൻ എല്ലാം പഠിച്ച് കണ്ടിട്ട് മൊബൈൽ നോക്കുന്നത്. അങ്ങനെ ഞാനും മോളും പോയി അടി നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് ഭാര്യ കയറുന്നത്. എന്താ അവിടെ അടിയും ബഹളും? എന്താ അച്ഛനും പക്ഷെ ഞാൻ കുളിയെല്ലാം കഴിഞ്ഞു. ഒരു അതമ്മ ഈ അച്ഛൻ പറയുക എന്നെ വേഗം കെട്ടിച്ചു വിടുന്നത്. എന്നിട്ട് വേണത്തിൽ അമ്മയും കൊണ്ട് അച്ഛൻ കാശിക്ക് പോകാൻ. സീത എന്നെ കൽപ്പിച്ചു നോക്കി. എന്നിട്ട് മോളെ പറഞ്ഞു അച്ഛനോട് അച്ഛൻ ഒറ്റയ്ക്ക് കാശിക്ക് പോകാൻ പറയാം. എനിക്കിപ്പോൾ സമയമായില്ല. ഞാൻ വേറെ ആരെങ്കിലും കിട്ടിയോ സുഖമായി ചോദിച്ചോളാം. പോണവർക്ക് പോകാം. ആരും പിടിച്ചിട്ടില്ല. അതും പറഞ്ഞ് അവർ ചാടി തുടി അടുക്കളയിലേക്ക് ഒരു പോക്ക്. കുറച്ച് സമയത്തിന് ശേഷം ഷെൽഫ് തുറന്ന് ബാഗും കാക്കിയും പേഴ്സും മൊബൈലും എല്ലാം വെച്ച ശേഷം കൊടുത്തിരുന്ന ഭയങ്കര ഷർട്ടോ ഹാൻഡിൽ തൂക്കിയിട്ട് ഒരു കളിമുട്ട് എടുത്ത് നേരെ കിച്ചണിലേക്ക് വെച്ച് പിടിച്ചു. എങ്ങനെയെങ്കിലും സീതയെ ഒന്ന് മയപ്പെടുത്തണം. അതായിരുന്നു മെയിൻ ഉദ്ദേശം. പിന്നെ അവിടെ നിന്ന് എന്തൊക്കെയോ പറഞ്ഞ് സീതയെ ഒരു വിധത്തിൽ മയപ്പെടുത്തി. അങ്ങനെ ഞങ്ങൾ ഭക്ഷണമൊക്കെ കഴിച്ചു കഴിഞ്ഞു. ഞാൻ നേരെ ബെഡ്റൂമിലേക്ക് പോയി. മോളവിടെ റൂമിലേക്ക് സീത പാത്രങ്ങളൊക്കെ കഴുകി വെച്ച് നേരെ റൂമിലേക്ക് വന്നു. എന്നിട്ട് പറഞ്ഞു ഞാൻ ഫ്രഷ് ആകട്ടെ. ആകെ മൊത്തം എടുത്തു എന്ന് പറഞ്ഞ് ടോയ്ലറ്റിൽ പോയി. എനിക്കാണെങ്കിൽ എന്തോ വല്ലാത്ത പോലെയായിരുന്നു. എന്നാൽ അപ്പോൾ കിടന്നതേ എനിക്ക് ഓർമ്മയുള്ളൂ. പിന്നെ ഞാൻ കണ്ണു തുറക്കുമ്പോൾ നേരം വെളുത്തിരുന്നു. ചൂലത്തിലെ ക്ഷീണം കൂടി ഞാനൊന്ന് പെട്ടെന്ന് ഉറങ്ങിപ്പോയി. എന്ത് പറ്റിയെന്ന് എനിക്ക് പോലും ഓർമ്മയില്ല. അതിലൊരു ദേഷ്യം എൻ്റെ ഭാര്യയ്ക്ക് അവളുടെ മുഖത്തുണ്ടായിരുന്നു. അങ്ങനെ എങ്ങനെയൊക്കെയോ പിന്നെ ഞാൻ അവളെ സമാധാനപ്പെടുത്തി. അന്ന് ഉച്ചയ്ക്ക് ഒരു ഞാൻ കടയിലിരിക്കുമ്പോൾ ഒരു കോൾ വന്നു. സീതയുടേതായിരുന്നു. മാനേജർ വീട്ടിൽ നിന്ന് ഒരു കോള്. അതിൻ്റെ ഇട്ട് അമ്മ അങ്ങോട്ട് ചെല്ലാൻ പറഞ്ഞു. അച്ഛനെ ഹോസ്പിറ്റലിൽ കാണിക്കണമെന്ന്. അതുകൊണ്ട് ഞാൻ ഇന്ന് അങ്ങോട്ട് പോവാ. ഇന്ന് എന്തായാലും വരില്ലേ, നാളെ വരുള്ളൂ. ഞാൻ ഏട്ടത്തിയോട് വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്കുള്ള ഭക്ഷണം കൊണ്ടുവരാനായിട്ട്. എന്തായാലും ഞാനിപ്പോൾ ഒന്നും വെച്ചിട്ടില്ല. ഏട്ടത്തി എന്തായാലും എന്തായാലും വന്ന് കൊണ്ടുതരും. ശരിടി, എന്നാ നീ പൊക്കോ. ഇന്ന് ഞാൻ പട്ടിണിയാവുമല്ലോ എന്നുള്ള വിഷമം മാത്രമേ എനിക്കുള്ളൂ. ഒന്ന് പോവാനേ പറഞ്ഞു ചേട്ടാ. എന്നെ നാളെ ഇങ്ങോട്ട് വരില്ലേ? ശരി ശരി. അങ്ങനെ രാത്രിയായി. കടയടച്ച് ഞാൻ നേരെ പോയത് ചേട്ടന്റെ വീട്ടിലേക്കായിരുന്നു. അവിടെ ചെന്നപ്പോൾ ചേട്ടനും മക്കളും എല്ലാവരും കൂടി അമ്പലത്തിലേക്ക് പോയേക്കാം. ചേച്ചി പോയിരുന്നില്ല. ഞാൻ അവിടെ ചെന്നിരുന്നു. പണ്ട് മുതലേ ചേട്ടത്തിക്ക് എന്നെ വലിയ കാര്യമായിരുന്നു. അതുകൊണ്ട് എനിക്ക് നല്ല ഫ്രീഡം ഉണ്ടായിരുന്നു അവിടെ. ചേട്ടനോട് പറയാത്ത പല കാര്യങ്ങളും ചേട്ടത്തി എന്നോട് പറയാറുണ്ട്. ഒരു കാര്യത്തിൽ എന്റെ പോലെ നല്ല ചേട്ടൻ എത്തി മൂരാച്ചിയാണെന്ന് വേണമെങ്കിൽ പറയാം. ചേട്ടത്തിയോട് അങ്ങനെ തുറന്ന് സ്നേഹം കാണിക്കാറൊന്നുമില്ല. അതുകൊണ്ട് തന്നെ ചേട്ടത്തിക്ക് അതിൽ കുറച്ച് വിഷമമൊക്കെ ഉണ്ട്. ചേട്ടത്തിയുടെ ആഗ്രഹം പോലെ ഒന്നും നടക്കാറില്ലെന്ന് ചേട്ടത്തി പലപ്പോഴും എന്നോട് പറയാതെ പറഞ്ഞിട്ടുണ്ട്. ഞാനത് കേൾക്കണ്ടറിഞ്ഞ് മനസ്സിലാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് കിട്ടിയ അവസരത്തിലൊക്കെ ഞാൻ ചേട്ടത്തിക്ക് വേണ്ടി എല്ലാ ആഗ്രഹങ്ങളും നടത്തി കൊടുക്കാറുമുണ്ട്. അത് തന്നെയായിരുന്നു എൻ്റെ ഭാര്യയുടെയും ഇഷ്ടം. അതുകൊണ്ട് എനിക്കതിൽ ഒരു ബുദ്ധിമുട്ടോ കുറ്റബോധമോ ഒന്നും ഉണ്ടായിരുന്നില്ല. എൻ്റെ ഭാര്യയ്ക്കും അത് ഇഷ്ടമായിരുന്നു. അന്ന് രാത്രിയും ഞാൻ ചേട്ടത്തിക്ക് വേണ്ടി അതൊക്കെ ചെയ്തു കൊടുത്തു. അങ്ങനെ അതുകൊണ്ട് ഞാൻ അവിടെ തന്നെയാണ് കിടന്നത്. ചേട്ടത്തി പറഞ്ഞു അന്ന് അവിടെ കിടന്നോളൂ, ഒറ്റയ്ക്ക് വീട്ടിൽ പോകണ്ടെന്ന് പറഞ്ഞു. അതുകൊണ്ട് ഞാനന്ന് ചേട്ടത്തിയുടെ വീട്ടിൽ തന്നെയാണ് കിടന്നത്. പിന്നെ പറയണല്ലോ, ചേട്ടത്തിയുടെ വിഭവങ്ങളെല്ലാം എനിക്ക് വേണ്ടി ഉണ്ടാക്കിയിരുന്നു. അങ്ങനെ അന്നത്തെ ദിവസം ഞങ്ങൾ അടിച്ചു പൊളിച്ചു. ആ കാര്യങ്ങളൊക്കെ ഞാൻ വീട്ടിൽ വന്ന് സീതയോട് പറഞ്ഞപ്പോൾ സീതയ്ക്ക് സന്തോഷമായിരുന്നു. കാരണം പട്ടിണി കിടക്കുമെന്ന് വിചാരിച്ചിട്ട് കിടക്കേണ്ടി വന്നില്ലല്ലോ. എനിക്കറിയായിരുന്നു നിങ്ങൾ ഒരിക്കലും വീട്ടിൽ കിടക്കില്ല എന്ന്. ചേട്ടത്തിയോട് ഞാൻ എല്ലാം പറഞ്ഞിരുന്നു. അതുകൊണ്ട് തന്നെ നിങ്ങൾക്കുള്ളതൊക്കെ അവിടെ ഉണ്ടെന്ന് എനിക്ക് ഉറപ്പായിരുന്നു. ആ സന്തോഷത്തിലാണ് ഞാനും പോയത്. ഇപ്പൊ എങ്ങനെയുണ്ട്? എന്തൊക്കെ പറഞ്ഞാൽ സീതയെ നീ തിന്നാ വലുത്. നിന്റെ അത്രയൊന്നും ഇല്ലെന്നേ നിങ്ങളുടെ ചേട്ടത്തി. ഒന്ന് പോ മനുഷ്യ, എല്ലാം അനുഭവിച്ചു വന്നിട്ട്. ഉം. അങ്ങനെ ഞങ്ങളുടെ ജീവിതം നല്ല അടിപൊളിയായി കടന്നുപോയി. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഈ മോട്ടിവേഷണൽ സ്റ്റോറി നിങ്ങൾക്ക് എല്ലാവർക്കും ഒത്തിരി ഇഷ്ടപ്പെടുമെന്ന് ഞാൻ കരുതുന്നു. ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്കാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങൾ മറന്നു പോകരുത് കേട്ടോ. ഇതിൽ നല്ല കഥകളുമായി നിങ്ങൾക്ക് മുന്നിലേക്ക് ഇനി വരുന്നതായിരിക്കും. അതുവരേക്കും ബൈ ബൈ ഫ്രണ്ട്സ്.